ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്കേർട്ടും ബ്ലൗസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ്. കുഞ്ഞു മക്കൾക്കെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ലുക്ക് തരുന്ന നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണിത്. ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മെഷർമെൻറ്റിലേക്ക് കടക്കാം. ഫസ്റ്റ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് വോയിസ് ഓവർ ആയതുകൊണ്ടാണ് എനിക്ക് അതിൻ്റേതായ ഒരു പ്രോബ്ലം ഉണ്ട്. ബ്ലൗസിൻ്റെ ലെങ്ത്ത് 8.5, അത് മാർക്ക് ചെയ്യുക. ഷോൾഡർ വരുന്നത് 4 ഇഞ്ച്. ആം ഹോള് 4.5, അതും ലൈനായിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ വെക്കുക. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 5.5. വേസ്റ്റ് സെയിം തന്നെയാണ്, 5.5, അതും മാർക്ക് ചെയ്തിട്ട് ലൈൻ വരക്കുക. 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യാൻ. താഴോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് കേർവ് ഷേപ്പായിട്ട് മാർക്ക് ചെയ്യുക. ആം ഹോളും വരക്കുക. നെക്ക് വിടുത്ത് വരുന്നത് 2 ഇഞ്ച്, ലെങ്ത്ത് 3 ഇഞ്ച്, അതും കേർവ് ഷേപ്പായിട്ട് വരച്ചു കൊടുക്കുക. മുകളിലേക്ക് 3 ഇഞ്ച് വിട്ടിട്ടില്ല ആദ്യം, അവിടുന്ന് നെക്കിലോട്ടേക്ക് ഒരു റൗണ്ടായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ ആം ഹോളിൻ്റെ അടുത്തും ഒരു കേർവ് ഷേപ്പായിട്ട് വരച്ചു കൊടുക്കുക. അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇപ്പം തന്നെ ഏകദേശം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. താഴോട്ടേക്ക് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് കട്ടിങ്ങിന് വിടുക. കാരണം മടക്കി തയ്ക്കുന്നതല്ല, ഒരു ബെൽറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ബ്ലൗസിൻ്റെ താഴെ ഭാഗം കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിവർത്തി നോക്കുമ്പോൾ നെക്കിൻ്റെ അടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മനസ്സിലായിട്ടില്ലേ? ബാക്ക് പോർഷൻ ഈ സെയിം മെഷർമെൻറ്റിൽ 2 പീസ് തുണി എടുത്തിട്ട് ആം ഹോളിൻ്റെ അടുത്ത് വരുന്ന ആ ഒരു പാർട്ട് മാത്രം, കാരണം ബാക്കിൽ മൊത്തം ഓപ്പൺ ആയിട്ടാണ് ബ്ലൗസ് വരുന്നത്. ബാക്കിൽ ഹുക്ക് വെക്കുന്നതുകൊണ്ട് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് അവിടെ സ്റ്റിച്ചിങ് അലവൻസ് വിടുന്നുണ്ട്. 2 പീസായിട്ട് എടുക്കുക. മെയിൻ പീസ് നല്ല വർക്ക് പീസാണ്. അതിലേക്ക് ലൈനിങ് വെച്ചിട്ട് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പീസ് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബ്ലൗസിൻ്റെ താഴെ ഭാഗത്ത് ഒരു ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിക്ക്, മീൻസ് ഒന്ന് മടക്കി തയ്ക്കുന്നില്ലേ, അതിന് വേണ്ടിക്ക് എക്സ്ട്രാ ഒരു ക്ലോത്ത് എടുക്കുന്നുണ്ട്. അത് ബ്ലൗസിൻ്റെ വീതി നോക്കിയിട്ട് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അത് കട്ട് ചെയ്ത് അതേപോലെ ബാക്ക് പീസിലും അതിൻ്റെ ഒരു വീതി നോക്കിയിട്ട് 2 പീസായിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കിൽ ഹുക്ക് വെക്കാൻ വേണ്ടിക്ക് അതിന് 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ബിഗിനേഴ്സിൻ്റെയൊക്കെ പെട്ടെന്ന് കണ്ടാൽ തിരിയെന്ന് വിചാരിക്കുന്നു. കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. വർക്ക് പീസിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് എല്ലാം നമ്മൾ നെക്കിൽ ചെയ്യുന്നില്ല, അതുപോലെ തന്നെയാണ് ആം ഹോളിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ചരട് വെക്കുന്നുണ്ട്, ഒരു കയർ വെക്കുന്നുണ്ട് നെക്കിന് നമുക്കൊന്നൊരു ടെസൽ ചെയ്യാൻ വേണ്ടിക്ക്. അത് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ചെടുക്കണം.
വീഡിയോ എന്തോ ഒരു ക്ലോത്ത് ഒരു ഷൈനി ആയിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് വീഡിയോയിൽ അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ക്ഷമിക്കട്ടാ. അത് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വെച്ചെടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക. അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നെക്കും റൗണ്ട് ചെയ്ത് വെക്കുക. അത് ഉള്ളിലിട്ടൊക്കെ ആക്കി വെക്കണം കേട്ടോ. അവിടെ നിന്ന് തന്നെ നെക്കും സ്റ്റിച്ച് ചെയ്ത് പോകാം. ആ ഒരു കയറിൻ്റെ 2 കയർ എടുക്കുന്നുണ്ടല്ലോ, അപ്പം മറ്റേ കയറും ഇതിൻ്റെ അറ്റത്ത് വെച്ചെടുത്ത് കെട്ടിട്ട് കൊടുക്കുക. ഉള്ളിലിട്ടേക്ക് വെക്കുക. കഴുത്ത് ഫിനിഷായി. പിന്നെ അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അവിടെ നിന്ന് നേരെ ആം ഹോളിലേക്ക് അവസാനിപ്പിക്കുക സ്റ്റിച്ച് ചെയ്തിട്ട്. മനസ്സിലായിട്ടൊന്ന് വിചാരിക്കുന്നു. അതിൽ കട്ട് ചെയ്ത് മാറ്റുക. നല്ല അടിപൊളി പിള്ളേർക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ബ്ലൗസാണിത്. എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് എല്ലാം കട്ട് ചെയ്ത് മാറ്റുക. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ഇത് ഏകദേശം ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാക്ക് പീസ് ലൈനിങ് അടിഭാഗത്ത് വെച്ചിട്ട് വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാം ചെയ്യുമ്പോൾ ഓരോരു കട്ടിങ് കൊടുക്കണം കേട്ടോ. എന്നാൽ തിരിച്ചിടുമ്പോൾ അങ്ങോട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുകയുള്ളൂ. അതിൻ്റെ മേളിലോട്ടേക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 പീസ് അതേപോലെ തന്നെ ചെയ്യണം. ഈസിയാണ് സംഭവം. വീഡിയോ 2 പ്രാവശ്യം ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അങ്ങനെ ബാക്കിൽ ഹുക്ക് വെക്കേണ്ട പീസില്ലേ നമ്മൾ കട്ട് ചെയ്തെടുത്തത്, അത് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്കിൽ നിന്ന് മുകളിലോട്ടേക്കാണ് ആദ്യം ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ ഹോൾ വെക്കുന്നത്. വീഡിയോയിൽ ശരിക്കും മനസ്സിലാവും കേട്ടോ. അതവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു മടക്ക് ഫ്രണ്ടിലോട്ടേക്ക് കൊടുത്തിട്ട് അത് ബാക്കോട്ടേക്ക് ചെയ്ത് കൊടുത്ത് ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുത്ത് ബാക്കി വരുന്ന പീസില്ലേ അത് കട്ട് ചെയ്ത് മാറ്റാൻ. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ സ്റ്റിച്ചിങ് മനസ്സിലാവില്ല. മനസ്സിലായാ? എന്നിട്ട് അവിടെ നിന്ന് മേലിൽ താഴോട്ടേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബ്ലൗസിൻ്റെ താഴെ ഭാഗം 1.5 ഇഞ്ചിൽ നമ്മൾ ക്ലോത്ത് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതും അതേപോലെ തന്നെ നല്ല പീസിൻ്റെ മുകളിലോട്ടേക്ക് വെച്ച് 2 പീസ് അതേപോലെ നല്ല പീസിൻ്റെ മുകളിലോട്ടേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ടാവുമ്പം അത് പതിച്ച് അതിൻ്റെ മുകളിലോട്ടേക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുക്കണം. കണ്ടോ? അത് അങ്ങനെ 2 പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് ഉള്ളിലോട്ടേക്ക് മടക്കിയടിക്കുക. അപ്പോൾ നല്ല അടിപൊളി നീറ്റായിട്ട് താഴെ ഭാഗം കിട്ടും. മടക്കി അടിക്കുമ്പോൾ കുറച്ച് തടിപ്പെല്ലാം ഉണ്ടാവും. ആ ഒരു ക്ലോത്തോടെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അതാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. 2 പീസും വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ബ്ലൗസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, ബൈ. ഇത് ഏകദേശം 1 വയസ്സ് 1.5 വയസ്സിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ കാണിച്ചത്.
ഓക്കെ, അസ്സലാമു അലൈക്കും.